ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. അപ്പം നമ്മളെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അവോ ഇന്ത്യ, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആൻസേഴ്സുമായിട്ടാണ് മിസ് ഇന്നിവിടെ വന്നിട്ടുള്ളത്. അപ്പം നമുക്കറിയാം എക്സാംസ് അതാ എടുക്കാൻ പോവുകയാണ്. 5-ാം തീയതി പരീക്ഷ ഉള്ളവരുണ്ട്, 18-ാം തീയതി പരീക്ഷ ഉള്ളവരുണ്ട്. അപ്പം അങ്ങനെ 2 രീതിയിൽ പരീക്ഷയ്ക്കുള്ള ആളുകളുണ്ട്. അപ്പം എൻ്റെ മക്കൾ ശ്രദ്ധിക്കേണ്ട വെച്ചാൽ സമയം വളരെ കുറവാണ്. ഓരോ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ചാപ്റ്റർ ഫുള്ളും കവർ ചെയ്യുന്ന രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പം നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ടത് അവർ ഇന്ത്യ, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. റെഡി അല്ലേ? സെറ്റ് അല്ലേ? പവർ അല്ലേ? അപ്പൊ മിസ് തുടങ്ങാൻ പോവുകയാണേ. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത് ഇങ്ങനെ ആലോചിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് അയ്യോ എനിക്ക് അറിയില്ലോ അങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കരുത്. അവ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ടപ്പേ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഉത്തരങ്ങൾ ക്രാക്ക് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് മിസ് ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ സെറ്റായിട്ട് പവറായിട്ട് തുടങ്ങാൻ പോവാണ്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ നോക്കിക്കേ. ദ ബേ ഓഫ് ബംഗാൾ. എന്താ ഇവിടെ പറയുന്നത്? ദ ബേ ഓഫ് ബംഗാൾ എവിടെയാണ്? നമ്മളെ ബംഗാൾ ഉൾക്കടൽ നമുക്ക് എവിടെയാണ് കാണാൻ പറ്റുന്നത്? ഈസ്റ്റേൺ പാർട്സ് ഓഫ് ഇന്ത്യയിലാണോ? ഇന്ത്യയുടെ കിഴക്കൻ ഭാഗത്താണോ? വെസ്റ്റേൺ പാർട്സ് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗത്താണോ? സദേൺ പാർട്സ് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ തെക്കൻ ഭാഗത്താണോ? ഏത് ഭാഗത്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്? ഇന്ത്യയുടെ നമുക്ക് ഗ്രീൻ ചൂസ് ചെയ്യല്ലേ. എവിടെയാണ്? ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ കിഴക്കൻ ഭാഗത്താണ് നമുക്ക് എന്താ ബേ ഓഫ് ബംഗാൾ കാണാൻ സാധിക്കുന്നത്. ഇനി നമ്മളെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ മിസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ദാ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവുകയാണ്. അറേബ്യൻ സീ ലൊക്കേറ്റഡ് ടു ദ അറേബ്യൻ സീ എവിടെയാണ് നമുക്ക് കാണുന്നത്? അറബിക്കടല്. സദേൺ പാർട്സ് ഓഫ് ഇന്ത്യയാണോ? തെക്കൻ ഭാഗത്താണോ? ഇന്ത്യയുടെ കിഴക്കൻ ഭാഗത്താണോ? ഈസ്റ്റേൺ ഭാഗത്താണോ? വെസ്റ്റേൺ ഭാഗത്താണോ? പടിഞ്ഞാറൻ ഭാഗത്താണോ? നമ്മുടെ വെസ്റ്റേൺ ഭാഗത്താണ് അല്ലേ. എവിടെയാ കാണുന്നത്? വെസ്റ്റേൺ ഭാഗത്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്താണ് നമുക്ക് വടക്കല്ല, ഇന്ത്യയുടെ പടിഞ്ഞാറൻ ഭാഗത്താണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ടു ദ സദേൺ പാർട്ട് ഓഫ് ഇന്ത്യ ലൊക്കേറ്റഡ്. ഇന്ത്യയുടെ തെക്കു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് ഏതാ? ഇന്ത്യൻ ഓഷ്യൻ ആണോ? പസഫിക് ഓഷ്യൻ ആണോ? അറ്റ്ലാന്റിക് ഓഷ്യൻ ആണോ? ഇന്ത്യൻ മഹാസമുദ്രമാണോ? പസഫിക് സമുദ്രമാണോ? അറ്റ്ലാന്റിക് സമുദ്രമാണോ? എന്താണ്? നമുക്കറിയാം ഇന്ത്യൻ ഓഷ്യൻ തന്നെ അല്ലേ. ലൈവ് കണ്ട് എൻ്റെ കുഞ്ഞുമക്കൾക്ക് ഇതൊന്നും തെറ്റില്ല എന്ന് മിസ്സിന് അറിയാം. എന്നാലും ഒന്ന് ചോദിക്കുകയാണേ. യെസ്, ഓക്കെ. അപ്പൊ ദാ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഇന്ത്യക്ക് എത്ര സംസ്ഥാനങ്ങളാണത്? 28 29 30? ഇന്ത്യക്ക് 28 സംസ്ഥാനങ്ങളാണ് ഉള്ളത്. ഇന്ത്യക്ക് എത്ര യൂണിയൻ ടെറിട്ടറീസാ മക്കളെ ഉള്ളത്? 8 കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് നമ്മുടെ ഇന്ത്യക്കുള്ളത്. 8 യൂണിയൻ ടെറിട്ടറീസ് അഥവാ കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ഇന്ത്യക്ക് ഉള്ളത്. ഇനി തമിഴ്നാട്ടിലെ പ്രാദേശിക ഉത്സവം എന്ന് പറയുന്നത് എന്താണ്? പൊങ്കൽ. പൊങ്കലാണ് അല്ലേ. എന്താണ്? പൊങ്കലാണ് തമിഴ്നാട്ടിലെ പ്രാദേശിക ഉത്സവം എന്ന് പറയുന്നത്. നമ്മുടെ കേരളയിലെ മേജർ ഫെസ്റ്റിവൽ എന്താ? നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്? ഓണമാണ് കേരളത്തിലെ പ്രാദേശിക അല്ലെങ്കിൽ പ്രാദേശിക പ്രധാന ഉത്സവം എന്ന് പറയുന്നത്. അതേപോലെ ബിഹു എന്താ പറയുന്നത്? ബിഹു പ്രാദേശിക ഉത്സവമാണ്. എവിടത്തെയാണ്? ആസാമിലെ പ്രാദേശിക ഉത്സവം. അസമിലെ പ്രാദേശിക ഉത്സവമാണ് ബിഹു എന്ന് പറയുന്നത്. മക്കളെ, ഹോളി എന്ന് പറയുന്നത് ആരുടെ ഫെസ്റ്റിവലാണ്? നോർത്ത് ഇന്ത്യക്കാരുടെ, ഉത്തരേന്ത്യക്കാരുടെ ഫെസ്റ്റിവൽ ആണല്ലേ. ഇനി ഇവിടെ നോക്കിക്കേ. സംസ്ഥാന തലസ്ഥാനം എന്നറിയപ്പെടുന്നത് എന്താ? ദ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ഈച്ച് സ്റ്റേറ്റ് ഈസ് നോൺ ആസ് ദ സ്റ്റേറ്റ് ക്യാപിറ്റൽ. അതായത് ഓരോ സംസ്ഥാനത്തിൻ്റെയും ഭരണപരമായ ആസ്ഥാനത്തെയാണ് നമ്മൾ എന്താ വിളിക്കുന്നത്? സംസ്ഥാന തലസ്ഥാനം എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഓരോ സംസ്ഥാനത്തിൻ്റെ ക്യാപിറ്റൽ സിറ്റി അറിഞ്ഞിരിക്കേണ്ടത് വളരെ പ്രധാനമല്ലേ. അപ്പം എൻ്റെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുക? ലൈവ് കാണാതെ, അവർ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ ലൈവ് കാണാത്ത മക്കളൊന്ന് ലൈവ് കാണാൻ അതിൽ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ നോക്കിക്കേ. ഇന്ത്യയുടെ ദേശീയ തലസ്ഥാനം ഏതാണ്? ഡൽഹി ആണ് അല്ലേ. നാഷണൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എവിടെയാണ്? ഡൽഹിയാണ് നാഷണൽ ക്യാപിറ്റൽ. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എവിടെയാ? നമ്മുടെ മേഘാലയയിലെ ചിറാപുഞ്ചിയിലാണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. മേഘാലയയിലെ ചിറാപുഞ്ചിയിലാണ്. ഇനി അടുത്തത്, ഉത്തരേന്ത്യയിലെയും ദക്ഷിണേന്ത്യയിലെയും പ്രധാന ഭക്ഷണം ഏതാ? ഉത്തരേന്ത്യക്കാരുടെ പ്രധാന ഭക്ഷണം ഗോതമ്പും ദക്ഷിണേന്ത്യക്കാരുടെ പ്രധാന ഭക്ഷണം എന്താണ്? അരിയുമാണ്. നോർത്ത് ഇന്ത്യക്കാരുടെ പ്രധാന ഭക്ഷണം എന്താണ്? നോർത്ത് ഇന്ത്യക്കാരുടെ വീറ്റ് ആണ് അല്ലേ. ദെൻ
നമ്മുടെ സൗത്ത് ഇന്ത്യക്കാരുടെ, നമ്മൾ അടങ്ങുന്ന സൗത്ത് ഇന്ത്യക്കാരുടെ പ്രധാന ഭക്ഷണം എന്താ? ചോറ്, അരിയാണ് അല്ലേ. ഇനി മക്കളെ, ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? ഏറ്റവും വലിയ പ്ലാറ്റു ഏതാണ്? ഡെക്കാൻ പ്ലാറ്റു ആണ് ഏറ്റവും വലിയ പീഠഭൂമി എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയിലെ പ്രധാന നദികളൊന്ന് നമുക്ക് പരിചയപ്പെട്ടാലോ? നമുക്കറിയാം ഇന്ത്യയിലെ പ്രധാന നദികൾ എന്ന് പറയുന്നത് എന്താ? ഗംഗ, സിന്ധു, അതേപോലെ തന്നെ ബ്രഹ്മപുത്ര. ഈ ഗംഗ, സിന്ധു, ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത് എവിടെയാണ്? ഹിമാലയത്തിൽ നിന്നാണ്. അതേപോലെ തന്നെ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി, ഈ നദികളൊക്കെ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയൻസ് ഓഫ് പെനിൻസുലാർ ഇന്ത്യ. നമ്മുടെ പെനിൻസുലാർ ഇന്ത്യനെ ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയൻസ് എന്നാണ് ഏതൊക്കെ നദികൾ ഒറിജിനേറ്റ് ചെയ്യുന്നത്? നമ്മുടെ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി, ഇതൊക്കെ ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇനി ഇന്ത്യയുടെ ക്ലൈമറ്റിന്റെ ഫീച്ചേഴ്സ് ആണ് നമ്മളവിടെ ചോദിക്കുന്നത്. എന്തൊക്കെ സവിശേഷതകളാണ് നമുക്കുള്ളത്? നമുക്ക് 2 റെയിനി സീസൺ ആണ് അല്ലേ, 2 റെയിനി സീസൺസ് ആണ് നമുക്കുള്ളത്, 2 മഴക്കാലങ്ങളാണ്. ആദ്യത്തേതെന്ന് പറഞ്ഞാൽ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. രണ്ടാമത്തത് ഒക്ടോബർ മുതൽ നവംബർ വരെയാണ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുക. അതേപോലെ പടിഞ്ഞാറൻ തീരപ്രദേശത്തും വടക്കൻ സംസ്ഥാനങ്ങളിലും ഈ സമയത്ത് കനത്ത മഴ ലഭിക്കും. ഡിസംബർ ടു ഫെബ്രുവരി വരെ നമുക്ക് എന്തായിരിക്കും? ശൈത്യകാലം, നമ്മുടെ കോൾഡ് സീസൺ ആയിരിക്കും നമുക്കുണ്ടാവും. ആൻഡ് മാർച്ച് ടു മെയ് എന്തായിരിക്കും? വേനൽക്കാലം. സമ്മർ സീസണിലേക്ക് എന്ത് ചെയ്യും? നമ്മൾ മാറും അല്ലേ. അപ്പൊ സമ്മർ സീസണിലേക്ക് നമ്മൾ മാറും. അപ്പൊ മക്കളെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പർട്ടിക്കുലർ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അടിപൊളിയായിട്ട് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പഠിച്ചില്ലേ? ഇതേപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോണ്ടൻസ് ആയിട്ട് ഇനിയും നമുക്ക് മീറ്റ് ചെയ്യേണ്ടതാണ്. ബിക്കോസ് നമ്മുടെ എക്സാംസ് ഒക്കെ അടുപ്പിക്കുന്നുണ്ട്. എക്സാംസ് ഒക്കെ അടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എക്സാംസിന് നമ്മൾ അടുപ്പിക്കണോ? വേണ്ടേ? വേണ്ടെന്നല്ല, വേണം. എക്സാമിന് നമ്മൾ എന്ത് ചെയ്യണം? അടുപ്പിക്കണം. എക്സാമുമായിട്ട് നമ്മൾ എന്താ? അടുക്കണം. അടിപൊളി മാർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങണം. അപ്പൊ നമുക്ക് ഇന്നത്തെ സെക്ഷൻ എന്താ? വൈൻഡപ്പ് ചെയ്യണം. എല്ലാം നോക്കായില്ലേ? ഓക്കെ. അപ്പൊ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇതേപോലുള്ള ഇൻട്രസ്റ്റിംഗ് സെക്ഷനൊക്കെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ മക്കൾ എന്ത് ചെയ്യണം? ഈ ചാനലൊക്കെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. ഫോളോ ചെയ്യുന്നുണ്ടാവും, പുതുതായിട്ട് കാണുന്ന കുട്ടികളാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ സെക്ഷൻ വൈൻഡപ്പ് ചെയ്യാണ്. സോ ദാറ്റ്സ് ലവ് ഇറ്റ്സ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us dears.